ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സണ്ണിക്കുട്ടി, സ്വാഭാവികമായിട്ടും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച് ഒരുപക്ഷെ മന്ത്രി ആയി തോമസ് കെ തോമസ് വരുന്നതിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ AK ശശീന്ദ്രനെ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ശശീന്ദ്രൻ തന്നെ തുടരട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു മന്ത്രിമാറ്റം സാധ്യമായ കാര്യമാണോ? അതല്ലാതെ പെട്ടെന്ന് ഒരാൾ പറഞ്ഞ് ഒരു പാർട്ടി പറയുന്നതനുസരിച്ച് ഒരു മന്ത്രിമാറ്റത്തിലേക്ക് ഈ സർക്കാർ പോകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തില് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ ഈ PC ചാക്കോയ്ക്കും തോമസിനും ഇല്ലെങ്കിൽ അവിടെ ഒരു മന്ത്രി സഭയിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ NCP മന്ത്രിയുടെ കാര്യത്തിലൊരു മാറ്റം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം ശശീന്ദ്രൻ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയന്റെ ഒരു ബന്ധുവും കൂടെയാണ്, ഒരകന്ന ബന്ധുവും കൂടെയാണ്. അപ്പൊ അദ്ദേഹം മന്ത്രിസഭയിൽ തുടരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു വളരെ കാതലായ ഒരു പ്രശ്നമുള്ളത്, ഒരു ഘടക കക്ഷിയുടെ മന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? ആ ഘടകകക്ഷി തന്നെയാണ്. ആ ഘടകകക്ഷിയുടെ സംസ്ഥാന സമിതി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ബോഡി അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിൽ ആരുണ്ടാവണം എന്നുള്ളത്. ഇവിടെ ആ അധികാരം കൂടെ മറ്റൊരു പാർട്ടിയുടെയും കാര്യത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാവ് ഇതുവരെ എടുത്തിട്ടില്ലാത്ത ഒരു നിലപാട്. അതായത് ഇക്കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നതാണ് ഇപ്പൊ മുഖ്യമന്ത്രി എന്റെ തീരുമാനമാണ് നടക്കാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തിരിക്കുക. അത് എങ്ങനെയാണ് ജനാധിപത്യപരമാകുന്നത്? ഈ തോമസ് കെ തോമസ് അല്ലേ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എങ്ങനത്തെ ആളാണെന്നൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും പരാതിയുണ്ടോ, കുഴപ്പമുണ്ടോ, കുറ്റമുണ്ടോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ തന്നെ നേരത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയതാ. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും ഇപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പോ അദ്ദേഹത്തെ നിലനിർത്തണമെന്നുള്ള വ്യക്തിപരമായ ഒരു അജണ്ടയാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ തീരുമാനം അവസാനമായിട്ടുണ്ട് ആ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന ഒരാളിനെ മന്ത്രിയാക്കുക എന്നുള്ളതാണ് ന്യായമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഈ തോമസിന്റെ കാര്യത്തിൽ പിണറായി വിജയനെതിരെ അഭിപ്രായമാണ് ഉള്ളത്. അദ്ദേഹം വരണ്ട, ശശീന്ദ്രൻ തുടരട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് തീരുമാനിക്കാം ആരൊക്കെ മന്ത്രിമാരാകണം, ആരൊക്കെ ആവേണ്ടെന്നുള്ളത്. പക്ഷേ മറ്റൊരു ഘടകകക്ഷിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കുക? അതനുസരിച്ചാണ് ശശീന്ദ്രൻ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന NCP മന്ത്രിയില്ലേ വേണ്ട, ശശീന്ദ്രനും വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ ഇനി ശശീന്ദ്രൻ രാജിവെക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ നിലനിർത്തുന്ന എന്റെ വിശ്വാസം പിണറായി വിജയൻ നിലനിർത്തും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ ന്യായമായി നടക്കേണ്ട ഒരു രീതിയല്ല. ഈ തോമസ് മന്ത്രിയായാലും ശശീന്ദ്രൻ മന്ത്രിയായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു 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 കൂട്ടുകക്ഷി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എത്ര ചെറിയ പാർട്ടിയാണെങ്കിലും അതിൽ 5-6 പേരെ ഉള്ളെങ്കിലും ഒക്കെ സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ആ പാർട്ടിയുടെ മന്ത്രി ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഓരോ അധികാര സ്ഥാനങ്ങളിൽ ആകണം എന്ന് തീരുമാനിക്കേണ്ട ആ പാർട്ടി, അത് അംഗീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സണ്ണിക്കുട്ടി എബ്രഹാം അങ്ങ് പറഞ്ഞത് തന്നെയാണ് കാര്യം. കാരണം അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ്.